ജോയ്സ് മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്. ഇന്ന് ഞാൻ ആദ്യം ഉപയോഗിക്കാൻ പോകുന്ന വചനം യാക്കോബിന്റെ പരിഭാഷയാണ്. ഞാൻ സാധാരണ വിശദീകരിച്ച ബൈബിളാണ് ഉപദേശിക്കാറ്, പക്ഷേ ഇപ്പോൾ 2 കൊരിന്ത്യർ 11:3 എടുക്കാം. പൗലോസ് പറയുന്നു, സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതം വളരെ കുഴപ്പത്തിലാണെന്ന് നിങ്ങൾ ആരെങ്കിലും സമ്മതിക്കുമോ? ആമേൻ. അതായത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആരോ എന്നോട് പറഞ്ഞു, വളരെ കാലം ദേവാലയത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണത്. അവൾ ശരിക്കും വല്ലാത്ത കഷ്ടത്തിലായിരുന്നു. അവൾ പറഞ്ഞു, ക്രിസ്ത്യാനിയായിരിക്കുന്നത് ഏറ്റവും കഠിനമായ ഒരു കാര്യമായി തോന്നുന്നില്ലേ എന്ന്. ഞാൻ പറഞ്ഞു, ഇല്ല. പക്ഷെ പണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഉത്തരം അതെ എന്നാവും. അതൊരു കുട്ടിയായിരിക്കുമ്പോൾ യേശുവിങ്കലേക്ക് വരുന്നത് എങ്ങനെ എന്ന് പഠിക്കുന്നതിന് മുൻപായിരുന്നു. ഞാനൊന്ന് പറയട്ടെ, നിങ്ങളിത് കുഴപ്പത്തിലാക്കാം. നിങ്ങൾക്കിതൊരു ഭീകര സ്വപ്നമായിരിക്കാം. നിങ്ങൾ അതിനെ അതിജീവിക്കുകയില്ല. പുറകോട്ട് മാറുന്നവരിൽ ഒരാളായിരിക്കും നിങ്ങൾ. എന്നാൽ യേശുവിൻ്റെ എളിമയിൽ ജീവിക്കാൻ പഠിക്കുകയാണെങ്കിൽ, അതായത് യേശുവിനെ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, രക്ഷിക്കപ്പെടാൻ ശ്രമിക്കണമെന്ന് ഒരിക്കലും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. വചനം ഇതാണ്, അവനെ സ്വീകരിച്ചവർക്ക് എല്ലാവർക്കും തന്നെ ദൈവമക്കളാവാനുള്ള ശക്തി അവൻ നൽകിയിട്ടുണ്ട്. കിട്ടുന്നതിനും സ്വീകരിക്കുന്നതിനും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. കിട്ടുക എന്ന വാക്കിനർത്ഥം അധ്വാനിച്ച് പരിശ്രമിച്ച് ലഭിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നു, നിങ്ങൾ സൗഖ്യം പ്രാപിച്ചോ? നിങ്ങൾക്കൊരു മുന്നേറ്റമുണ്ടായോ? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? ദൈവസ്പർശനം ലഭിച്ചുവോ? ദൈവത്തിൽ നിന്നൊരു വാക്ക് കിട്ടിയോ? അത് നമ്മെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. പക്ഷേ സ്വീകരിക്കുക എന്നാൽ നമുക്ക് നൽകുന്നത് ഏറ്റുവാങ്ങാൻ തയ്യാറാവുകയാണ്. ഇതെനിക്കിഷ്ടമായി. അതിനാൽ ദൈവത്തെ സേവിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. നമ്മൾ ആശയക്കുഴപ്പത്തിലാവുന്നു. നമ്മളാണത് കുഴപ്പത്തിലാക്കുന്നത്. ഞാൻ വളരെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു. വളരെ ആശയക്കുഴപ്പം. അതായത് ലളിതമായതെന്തും ഞാൻ കുഴച്ചു മറിക്കും. അങ്ങനെ ചെയ്യാൻ എനിക്ക് അധിക സമയം വേണമെന്നില്ല. എൻ്റെ ഉപദേശങ്ങൾ വേണ്ടത്ര കേട്ടിട്ടുള്ളവർ അതിനെക്കുറിച്ചുള്ള എൻ്റെ രസകരമായ കഥകളും കേട്ടിട്ടുണ്ടാവും. ഞങ്ങൾ ഒരു ഒത്തുചേരലിന് വേണ്ടി ശ്രമിക്കും. ലളിതമായ ഒരു സമ്മേളനം, ഹോട്ട് ഡോഗ്സ്, ഹാംബർഗേഴ്സ്, പൊട്ടറ്റോ ചിപ്സ്, പാർക്കും ബീൻസും, ഐസ് ടീ, ഒരാഴ്ച സമയം മുഴുവനും ഞാൻ പേടി സ്വപ്നമാക്കി മാറ്റിയിട്ടുണ്ടാവും. ഞങ്ങൾ വീട് വൃത്തിയാക്കും, പെയിന്റ് ചെയ്യും, ബാർബിക്യൂ പിറ്റ് വൃത്തിയാക്കും, പൂച്ചെടികൾ പിടിപ്പിക്കും, ലോണിൽ പുതിയ ഫേർണിച്ചേഴ്സ് ഇടും. എന്നിട്ട് ഹാംബർഗർ സ്റ്റീക്കായി മാറി ഞങ്ങൾക്ക് താങ്ങാനായില്ല. ഉരുളക്കിഴങ്ങ് ചിപ്സ്, ഉരുളക്കിഴങ്ങ് സാലഡായി. എല്ലാവരും വന്നു തുടങ്ങിയപ്പോഴേക്കും ഞാൻ കലി കയറിയിരിക്കുകയായിരുന്നു. ആരും ഇങ്ങോട്ട് വരണ്ട. ഞാൻ വല്ലാതെ വിഷമിച്ചു. കാരണം എല്ലാ ജോലിയും ചെയ്യാൻ ഞാൻ മാത്രം. എന്നിട്ട് എല്ലാവരും വന്നിരുന്ന് തിന്നിട്ട് വീട് മുഴുവനും അലങ്കോലമാക്കി ഇട്ടിട്ട് പോകും. അതെ, ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ കലിതുള്ളി. ഡേവ് എന്നെ സഹായിക്കാത്തതിൽ അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടു. അദ്ദേഹം ശനിയാഴ്ച പുറത്തു പോയി ഗോൾഫ് കളിച്ച് രസിക്കുകയായിരുന്നു. ഞാനാണെങ്കിൽ പാർട്ടിക്ക് വേണ്ട പദാർത്ഥങ്ങളെല്ലാം തനിച്ച് ഒരുക്കിക്കൊണ്ടിരുന്നു. ഞാൻ ഇന്നെല്ലാം പഠിച്ചതിന് നന്ദി പറയുന്നു. ഇന്നും കാര്യങ്ങൾ ലളിതമാക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവുമായുള്ള നമ്മുടെ നടത്തം കുഴഞ്ഞു മറിയാൻ നമ്മൾ അനുവദിച്ചു കൊടുത്താൽ അതൊരിക്കലും പ്രവർത്തിക്കില്ല. ശരി, ലൂക്കോസ് 18:17 അതെങ്ങനെയാണ് നാം ചെയ്യേണ്ടത് എന്ന് പറയുന്നു. അതിൽ പറയുന്നു, ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഇന്ന് നാം ഇത് ഓർമ്മിക്കേണ്ടതാകുന്നു. ഒരു കുട്ടിയെപ്പോലെ. ഇനി വചനം എന്താണ് പറയുന്നത് നോക്കൂ. ഇതിൽ പറയുന്നു, ഒരിക്കലും അതിൽ പ്രവേശിക്കുകയില്ല. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ
സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ ഇതിൻ്റെ അർത്ഥം എല്ലാം കൂടി കൂട്ടിക്കുഴച്ചാൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്നല്ല. അതിൻ്റെ അർത്ഥം നമുക്ക് ഒരു ജീവിതം ഉണ്ട് എന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ജീവന്റെ രാജ്യം. എന്നാൽ ആ ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാനുള്ള ഏക വഴി ദിവസേന ചെറിയ കുട്ടികളെ പോലെ നാം അതിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കണം. ചെറിയ കുട്ടികളെക്കുറിച്ച് രസകരമായ ഒരു കാര്യമുണ്ട്. നിങ്ങൾ അവരോട് പറയുന്നവർ അതേപോലെ വിശ്വസിക്കും. അവരോട് നിങ്ങൾ എന്ത് പറയുന്നോ അത് അതേപടി അവർ വിശ്വസിക്കും. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ എളിമ വളരെ എളുപ്പമുള്ളതാണ്. അത് നമ്മുടെ തലയ്ക്ക് മീതെ കൂടി പോകുന്നു. വേദപുസ്തകം വായിച്ച് വിശ്വസിക്കുന്നതാണത്. അങ്ങനെ ചെയ്യുമ്പോൾ അത് ഫലിക്കുന്നതാണ്. പക്ഷേ അല്ല, നമ്മളത് കണ്ടുപിടിക്കാൻ നോക്കും, അതിനെ കീറിപ്പൊളിക്കും, അതിൽ നിന്ന് നിയമങ്ങൾ ഉണ്ടാക്കും, എന്നിട്ട് അതിനെക്കുറിച്ച് തർക്കിച്ചു കൊണ്ടിരിക്കും. വീണ്ടും 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 വീണ്ടും. നമുക്ക് 500ഓളം വിഭാഗങ്ങളുണ്ട്. കാരണം അതെന്താണ് പറയുന്നതെന്ന് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ ആവില്ല. അത് തികച്ചും വിഡ്ഢിത്തമാണ്. അത് വളരെ എളുപ്പവുമാണ്, വളരെ ലളിതമാണത്. യേശു പറഞ്ഞു, എന്നെ വിശ്വസിക്കൂ, ഞാനത് കൈകാര്യം ചെയ്യും. ഇന്നത്തെക്കുറിച്ച് വിഷമിച്ച് ജീവിതം പാഴാക്കരുത്. കാരണം നാളെ നിങ്ങൾക്ക് വിഷമിക്കാൻ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. നാളെക്കുറിച്ച് വിഷമിച്ച് ഈ ദിവസം എന്തിനു പാഴാക്കണം? ലളിതം. നിങ്ങളുടെ പ്രശ്നങ്ങൾ എനിക്ക് തരൂ, നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാനാവില്ല, ഞാനത് കൈകാര്യം ചെയ്യാം. ഇനി നിങ്ങൾ ഏതാനും വർഷങ്ങൾ ജീവിക്കുന്നത് ഒരു നന്മയാണ്. സത്യത്തിൽ വാർദ്ധക്യകാലം എന്നത് അതിമനോഹരമാണ്. നിങ്ങൾക്കറിയാമോ, ഞാൻ വൃദ്ധയല്ല, ഞാൻ പക്വത പ്രാപിച്ചവളാണ്. വാർദ്ധക്യം എന്ന വാക്ക് നാം ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കണം. പക്ഷേ നമ്മൾ കൂടുതൽ കാലം ജീവിക്കുമ്പോൾ എത്രയോ മനോഹരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അനുഭവങ്ങൾ നേടാൻ കഴിയും. വ്യാകുലപ്പെട്ടതുകൊണ്ട് നമുക്ക് യാതൊരുവിധ നന്മയും ഉണ്ടാവുകയില്ല. വ്യാകുലപ്പെട്ടാൽ നന്മ കിട്ടില്ല. കാരണം അതുകൊണ്ടൊന്നും മാറാൻ പോകുന്നില്ല. അത് കാരണം നമുക്ക് തലവേദനയും വയറുവേദനയും മുതുകുവേദനയും ഉണ്ടാവുമെന്ന് മാത്രമല്ല, നന്നായി ഉറങ്ങാൻ പോലും സാധിക്കാതെയാവും. അതുകൊണ്ടൊന്നും ശരിയാക്കാനാവില്ല. അതൊന്നും മാറ്റില്ല. അത് ദൈവത്തെ ഇളക്കില്ല. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാവില്ല. തലയിൽ ഒരു മുടി പോലും കൂട്ടാൻ സാധിക്കില്ല. അത് നിങ്ങളുടെ ഉയരം കൂട്ടില്ല. ഒന്നുമില്ല. ജനങ്ങളെ വ്യാകുലപ്പെടരുതെന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവരോട് എന്താണ് പറയേണ്ടതെന്ന ഒരു തീരുമാനത്തിൽ ഞാനെത്തി. എന്നാൽ പലരും അങ്ങനെ ചെയ്യുന്നത് എല്ലാം കൊണ്ടും മടുക്കുമ്പോഴായിരിക്കും. സത്യമാണ്. ചിലപ്പോൾ നമ്മുടെ ഒരേ ഒരു ഉത്തരം, ഒരേ മലയ്ക്ക് ചുറ്റും നമ്മൾ തല കറങ്ങുന്നത് വരെ ചുറ്റി ചുറ്റി ഒടുവിൽ പറയും, എനിക്കിനി ഇങ്ങനെ ജീവിക്കാൻ സാധിക്കില്ല എന്ന്. ഹല്ലേലൂയ. ഒരു വിവാഹ ബന്ധത്തിൽ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. ചിലപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്ന നേരെ എതിരായ സ്വഭാവക്കാരെ ആയിരിക്കാം. ഇത് തമാശയാണെന്ന് ദൈവം കരുതുന്നുണ്ടാവും, അല്ലേ? അതെ, നിനക്ക് നേരെ എതിരായ സ്വഭാവക്കാരനെയാണ് നിനക്ക് വിവാഹം കഴിക്കാൻ തരുന്നത്. അവരുമായി നീ പൊരുത്തപ്പെടുമെന്ന് കരുതുന്നു. ആ വചനം എനിക്ക് ഇഷ്ടമായി. മനുഷ്യൻ തൻ്റെ അപ്പനെയും അമ്മയെയും ഉപേക്ഷിച്ച് അവൻ്റെ ഭാര്യയോട് ഒത്തുചേരും, ഇരുവരും ഒരു ജഡമായി മാറും. ഇത് കേൾക്കാൻ നല്ല സുഖമുണ്ട്, പക്ഷെ ആവുക എന്നതാണ് പ്രശ്നം. അതിനുവേണ്ടി വർഷങ്ങൾ ചിലവഴിക്കേണ്ടതായി വരും. പക്ഷെ നിങ്ങൾക്കൊന്നറിയാമോ, ഒരാളെ മാറ്റാൻ കുറെ കാലം പ്രയത്നിച്ചിട്ട് അത് ഫലിക്കുന്നില്ലെന്നിരിക്കട്ടെ, ഒടുവിൽ നിങ്ങളത് ഉപേക്ഷിക്കും. നിങ്ങളത് ഉപേക്ഷിച്ച് ഇങ്ങനെ പറയുന്നത് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. നിങ്ങൾക്കറിയാമോ, അവരങ്ങനെ തന്നെയാണ്. അവരെ മാറ്റാൻ ഭയങ്കര പ്രയാസമാണ്. സ്തോത്രം ദൈവമേ, ഇനി അത് ഞാനൊരു വലിയ പ്രശ്നമായിട്ട് എടുക്കാൻ പോകുന്നില്ല. കാരണം എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ദൈവത്തിൽ സന്തോഷിക്കാൻ പോവുകയാണ്. ഞാനൊന്ന് പറയട്ടെ, നിങ്ങളെപ്പോലെ അല്ലാത്ത ആരെങ്കിലുമാണ് നിങ്ങൾ വിവാഹം കഴിച്ചതെങ്കിൽ, നിങ്ങളെപ്പോലെ അല്ലാത്ത 4 കുട്ടികളുണ്ടെങ്കിൽ അത് വിട്ടുകളയും. എല്ലാവരെയും കുശവന്റെ ചക്രത്തിൽ നിന്ന് പറഞ്ഞയക്കൂ. നിങ്ങളല്ല കുശവൻ.
എന്നിട്ട് സന്തോഷത്തിന്റെ പ്രതീകമാവൂ. നിങ്ങൾക്ക് ആരെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ മാറ്റാൻ ദൈവത്തോടൊത്ത് പ്രവർത്തിക്കൂ. ആരെങ്കിലും ദൈവത്തിനൊരു സ്തോത്രം പറയൂ. ഏതൊരു പ്രശ്നവും ലളിതമാക്കിയാൽ എങ്ങനെ അതിൽ നിന്ന് പ്രയോജനം ലഭ്യമാക്കാം എന്നതിന് ഏതാനും ചില ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ക്രിസ്തീയ മതം വളരെ കഠിനമായതല്ല. അത് ശരിയായ സമീപനത്തോടെ ആയിരിക്കണം എന്നില്ല. നിങ്ങൾ ദൈവവചനത്തെ വിശ്വസിക്കണം. ഈ ആഴ്ച ഞാൻ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. അതിനാൽ മുഷിപ്പ് തോന്നാതിരിക്കാൻ നിങ്ങളുടെ മനസ്സ് തയ്യാറാക്കി വെച്ചാൽ നന്നായിരിക്കും. കാരണം നമ്മൾ വചനത്തിലാവണം. ഇതാണ് കേൾക്കുന്നത്. വചനം പഠിക്കൂ. വചനം. ഇല്ല, ഇത് നിങ്ങൾ കൂടുതൽ കേൾക്കില്ല. കാരണം ഇതാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. ചിലപ്പോൾ നമ്മൾ ഒരു കാര്യം വളരെയേറെ കേൾക്കും, പിന്നീട് അതിനെക്കുറിച്ച് ഒട്ടും തന്നെ ശ്രദ്ധിക്കുവാൻ നമുക്കിഷ്ടമല്ല. ചിലപ്പോൾ നമ്മൾ കേൾക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ അതുമായി നമുക്ക് സുപരിചിതമായതുകൊണ്ട് നമ്മൾ പറയും, അറിയാം, വചനം പഠിക്കണം. അതിനെക്കുറിച്ച് നാളെ നമ്മൾ കൂടുതൽ സംസാരിക്കും. എന്നാൽ ദൈവവചനത്തെക്കുറിച്ച് നിങ്ങളോട് വളരെ ലളിതമായിട്ടാണ് ഞാൻ പറയുക. നിങ്ങളുടെ വികാരങ്ങൾക്കും ഉപരി അതിനെ നാം വിശ്വസിക്കണം. ഞാൻ ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ ബൈബിളിൽ പറയുന്ന ദൈവത്തെയാണോ വിശ്വസിക്കുന്നത്, അതോ നിങ്ങളുടെ വികാരങ്ങളെ ദൈവമാക്കി അതിനു മുന്നിൽ തലകുനിയാൻ പോവുകയാണോ? എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ അതിനെ ചിന്തകൾക്കും ഉപരി വിശ്വസിക്കണം. നിങ്ങളുടെ ചിന്തകൾ ദൈവവചനത്തോട് അനുകരിക്കാത്തതാണെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ തെറ്റാണ്. മറ്റുള്ളവർ പറയുന്നതിനുമെല്ലാം ഉപരി നിങ്ങൾ അതിനെ വിശ്വസിക്കണം. നിങ്ങളോട് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാലോ, അച്ഛൻ 40 വർഷമായി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊള്ളില്ല എന്ന്. അദ്ദേഹം പറഞ്ഞത് ശരിയല്ല. വളരെ ലളിതം. അതിനെക്കുറിച്ച് മനസ്സിൽ ചിന്തിച്ച് ശരീരത്തിന് അസുഖം ബാധിപ്പിക്കുന്നത് കൊണ്ട് എന്ത് ലാഭം? നിങ്ങൾ ശരിയല്ലെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛന് തെറ്റി, ദൈവമാണ് ശരി. ഹല്ലേലൂയ. ഇതെളുപ്പമല്ലേ? പക്ഷേ എനിക്ക് തോന്നുന്നു അതും നിങ്ങൾക്ക് മറക്കാനാവും. തോന്നലുകൾ പ്രധാനമാണ്, അതിൽ സംശയമില്ല. എന്നാൽ അവ നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കരുത്. ഞാൻ കളിതമാശ പറയാൻ ശ്രമിക്കുകയല്ല. ഞാൻ ഇതിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. ഞാൻ ആകെ കുഴപ്പമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആകെ കുഴപ്പം. 15 വർഷം ഞാൻ ലൈംഗിക പീഡനത്തിനിരയായി. ഞാൻ ആകെ കുഴപ്പത്തിലായി. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇത് നിങ്ങളുടെയും ജീവിതത്തെ സൗഖ്യമാക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തെ സൗഖ്യമാക്കും. യോഹന്നാൻ 8:31-32 നമ്മൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാണെന്ന് പറയുന്നു. യേശു തന്നെ വിശ്വസിച്ച യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വാക്കിൽ ജീവിച്ചാൽ, വസിച്ചാൽ, ദൈവവചനത്തിൽ തന്നെ ഇരുന്നാൽ. ദിവസവും രാവിലെ ഏതാനും വചനങ്ങൾ വായിച്ച് ദൈവത്തോട് സമയം ചിലവാക്കിയെന്ന് പറയാനാവില്ല. 20 മിനിറ്റ് ഞായറാഴ്ച രാവിലെ പ്രസംഗം കേട്ട് അത് മതിയെന്ന് ഞാൻ എൻ്റെ ജോലി നിറവേറ്റിയെന്ന് കരുതിയാൽ നിങ്ങൾ നാശത്തിൽ ജീവിക്കുന്നതാണ്. സാത്താൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഈ ഭൂമിയിലുണ്ട്, അവൻ ദുഷ്ടനാണ്. ദൈവത്തെ സേവിക്കുന്ന ആരെയും അവന് സഹിക്കാനാവില്ല. നിങ്ങൾ എൻ്റെ വചനത്തിൽ വസിച്ചാൽ എൻ്റെ ശിഷ്യന്മാർ എന്ന് തീർച്ചയായും വിളിക്കപ്പെടും. എനിക്കിതിഷ്ടമാണ്. നിങ്ങൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കും. ആ സത്യം നിങ്ങളെ സ്വതന്ത്രർ ആക്കും. അതിനേക്കാൾ മികച്ചതായിട്ടൊന്നുമില്ല. 36-ാം വാക്യം. അതിനാൽ പുത്രൻ സ്വതന്ത്രരാക്കപ്പെട്ടവർ പുത്രൻ വിടുവിച്ചാൽ നിങ്ങൾ വാസ്തവമായും സ്വതന്ത്രരാകുന്നു എന്നതിൽ സംശയമില്ല. നിങ്ങൾ പറയും, അതെ, ഞാൻ സ്വതന്ത്രനാണ്, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഈ ഭാരങ്ങളെല്ലാം ഉണ്ട്. സ്വതന്ത്രനായി എന്നെനിക്ക് തോന്നുന്നില്ല. അതെ, നിങ്ങൾക്കറിയാമോ അതിന് കാരണം നിങ്ങൾ ഇപ്പോഴും വിശ്വാസത്തെക്കാൾ കൂടുതൽ തോന്നലുകൾ കടിമയാവുന്നു. ശരിയാണ്. എന്നിട്ട് നിങ്ങൾ പറയും, അതത്ര എളുപ്പമൊന്നുമല്ല. അത് എളുപ്പമാണ്. നിങ്ങൾക്ക് കൗൺസിലിംഗ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാനതിനെതിരൊന്നുമല്ല. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, ഒരാൾ ജീവകാലം മുഴുവനും സൗഖ്യത്തിനായി ചിലവാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വതന്ത്രരാവാൻ സാധിക്കും. സ്വതന്ത്രർ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൗൺസിലിങ്ങിന് പോവാം. കൗൺസിലിങ്ങിന് പോവൂ. അതിനുശേഷം നിങ്ങൾ കൗൺസിലർ ആകൂ. ജീവകാലം മുഴുവനും അതിനിരയായിക്കൊണ്ടിരിക്കരുത്.
നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കൂ, പക്ഷേ എപ്പോഴും അത് തന്നെ തുടരരുത്. പകരം നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി തയ്യാറാവുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇരയാവുന്ന മാനസിക നില ഒഴിവാക്കുക, വചനം വിശ്വസിക്കുക, സംഭവിച്ചതെല്ലാം ഉപേക്ഷിച്ച് മുൻപോട്ടുള്ള നല്ല കാര്യങ്ങൾക്കായി തള്ളിക്കയറുക. നിങ്ങൾ ക്ഷമിക്കപ്പെട്ടു, യേശുവിൽ പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുന്നു. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഞാനത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നലുണ്ടാവരുതെന്ന് കളിയാക്കാൻ ശ്രമിക്കുകയല്ല. പകരം ഒരു ജീവകാലം മുഴുവനും യാതൊരു സ്ഥിരതയുമില്ലാത്ത ഭ്രാന്തമായ കിറുക്കുള്ള വട്ടുപിടിച്ച തോന്നലുകളെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എത്രമാത്രം മണ്ടത്തരമാണെന്ന് കാണിച്ചു തരാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാര്യത്തെക്കുറിച്ച് 30 ദിവസം 1000 രീതിയിൽ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഈ പട്ടണത്തിൽ എൻ്റെ മീറ്റിംഗ് തുടങ്ങുന്ന അവസാന മണിക്കൂർ വരെ ഇതിൽ പങ്കെടുക്കാൻ പ്ലാൻ ചെയ്ത ആയിരക്കണക്കിന് ജനങ്ങൾ ഉണ്ടായിരിക്കാം. എനിക്കെന്തോ പോകാൻ തോന്നുന്നില്ല. ദൈവം അവർക്കായി അത്ഭുതങ്ങൾ കരുതിയിരുന്നു. അവരേത് സമയവും ജീവിതത്തിൽ എത്രയോ തവണ പരാതി പറഞ്ഞു മുറുമുറുത്തും പിറുപിറുത്തും ജീവിക്കുന്നവരായിരിക്കാം. അവരെന്തോ ഉത്തരങ്ങൾക്കായി തേടുകയാവാം. പക്ഷെ അവർക്കിവിടെ വരാൻ തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നില്ല. ജനങ്ങൾ അവരുടെ വാക്ക് പാലിക്കുന്നില്ല. അവർ ഉടമ്പടികൾ പാലിക്കുന്നില്ല. അവർ ഒപ്പുവെക്കും, പക്ഷെ വരാനുള്ള സമയമാവുമ്പോൾ അവർക്ക് വരാൻ തോന്നുന്നേയില്ല. അവർക്കതിന് തോന്നുന്നില്ല. ഈ ആഴ്ച എനിക്ക് ഇവിടെ വരാൻ തോന്നാതിരുന്നേക്കാം. എൻ്റെ മുതുകിൽ ഐസ് ബാഗും വെച്ചുകൊണ്ട് വീട്ടിലിരിക്കാമായിരുന്നു എനിക്ക്. പക്ഷെ നിങ്ങൾക്കറിയാമോ, നിങ്ങൾ വാക്ക് പാലിക്കുന്ന സ്ത്രീയോ പുരുഷനോ ആയാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തെ എന്തുമാത്രം അനുഗ്രഹിക്കുമെന്ന് ശ്രദ്ധിക്കൂ. ആമേൻ. നിങ്ങളുടെ തോന്നലുകൾ പ്രകാരം ജീവിക്കാനാകും. നിങ്ങൾ സ്വതന്ത്രരാണെങ്കിൽ, യേശുവിൽ നാം സ്വതന്ത്രരാണെന്ന് പറഞ്ഞാൽ, എന്തിൽ നിന്ന് സ്വതന്ത്രർ? എന്തിനായി സ്വതന്ത്രർ? സാധനങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരാവുന്നില്ല. നിങ്ങൾ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ സ്വതന്ത്രരാണ്. ആമേൻ. നിങ്ങൾ പുറത്തിറങ്ങി പുതിയതെങ്കിലും ശ്രമിക്കാൻ സ്വതന്ത്രരാണ്. നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ ഒരല്പം പോലും അത് കാര്യമാക്കേണ്ടതില്ല. നിങ്ങൾ ചോദിക്കാം, എന്ത്? നിങ്ങളുടെ ഹൃദയം നേരാണെങ്കിൽ, ദൈവം നിങ്ങളോട് എന്തെങ്കിലും ചെയ്യാൻ പറയുന്നെന്ന് തോന്നിയാൽ ഇറങ്ങൂ. എന്നിട്ട് നിങ്ങൾക്ക് തെറ്റുപറ്റിയോ എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ. യേശുവിൽ നിങ്ങൾ ആരാണെന്ന് വാസ്തവമായി അറിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരല്പം പോലും വ്യത്യാസം ഉണ്ടാക്കില്ല. കാരണം അത് നിങ്ങൾ ആരാണെന്നത് മാറ്റുന്നില്ല, നിങ്ങൾ ചെയ്യുന്നതുമായിട്ടായിരിക്കും അതിന് ബന്ധം. നമ്മൾ വെറുതെ, ഞാനൊരു കാര്യം പറയാം, പാശ്ചാത്യ സംസ്കാരത്തിൽ അവർ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഭ്രാന്ത് കാണിക്കുന്നു. ഒരു കുട്ടിച്ചാത്തൻ ദിവസം മുഴുവനും നിങ്ങളുടെ തോളിലിരുന്ന് പറയും, നീ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത്. യേശുവിൽ നിങ്ങൾ സ്വതന്ത്രരായ കാര്യങ്ങളിൽ ഒന്ന് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതാണ്. കൊള്ളാം, അത് അതിനേക്കാൾ മികച്ചതാണ്. നമുക്ക് സ്വതന്ത്രമായി പറയാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒന്ന് ഇല്ല എന്ന് പറയുന്നതാണ്. അത് നാം എപ്പോഴും വിശദീകരിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇല്ല എന്ന് പറയുന്നത് എന്താ? പറഞ്ഞുകൂടെ, ഞാൻ ചെയ്യേണ്ടതായ ഒന്ന് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് കൊണ്ട്. ജനങ്ങൾക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം നാം നൽകണം. നിങ്ങൾക്ക് ആരെങ്കിലും അറിയാം, എന്നിട്ട് അവരോട് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ട് അവർ പറ്റില്ലെന്ന് പറഞ്ഞാൽ, നോക്കൂ, എനിക്ക് വിവരിക്കാനാവില്ല, പക്ഷേ എനിക്കെന്തോ നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്യാൻ തോന്നുന്നില്ല. നിങ്ങൾ പറയണം, അത് പറയാനുള്ള നിങ്ങളുടെ അവകാശത്തെ ഞാൻ മാനിക്കുന്നു, നിങ്ങളുടെ തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു എന്ന് പറയുക. നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ അവരെ നിർബന്ധിക്കരുത്. കാരണം അത് വെറും സ്വാർത്ഥതയാണ്. ആമേൻ. നമ്മൾ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് സ്വതന്ത്രരാണ്. അതിന് നമ്മൾ പാപം ചെയ്യില്ല എന്നർത്ഥമില്ല. പക്ഷേ നമ്മൾ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് സ്വതന്ത്രരാണ്. വേദപുസ്തകത്തിൽ റോമർ 6 പറയുന്നു, പാപത്തിന്റെ ശക്തി ലജ്ജയും കുറ്റബോധവുമാണ് എന്ന്. നിങ്ങൾ ചോദിക്കാം, പാപം ചെയ്തിട്ട് കുറ്റബോധം തോന്നാതിരിക്കാമെന്നാണോ? പാപം ചെയ്യാനിടയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ചെയ്യുന്ന പാപം അവസാനിക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവ് നിങ്ങളെ കുറ്റപ്പെടുത്തും. അവനൊരു പക്ഷേ പാപം ചെയ്യുന്നതിന് മുൻപ് കുറ്റപ്പെടുത്താൻ ശ്രമിച്ചിരിക്കും. പക്ഷേ നിങ്ങൾക്കത് സമ്മതിക്കാനാവും, നിങ്ങൾക്ക് മനസ്താപപ്പെടാം, അതിനായി പരിതപിക്കാം. ദൈവം നിങ്ങൾക്ക് മാപ്പ് തരും. വേദപുസ്തകത്തിൽ എന്താണ് പറയുന്നത്? യേശുവിൽ ആയവർക്ക് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല എന്ന്. എന്നാൽ അങ്ങനെ ജീവിക്കാനുള്ള ഏക വഴി, അതിനെക്കുറിച്ച് വചനം പറയുന്നത് ഗ്രഹിച്ച് കണ്ണുകൾ പിൻവലിച്ചാലും ഓർമ്മയിൽ സൂക്ഷിക്കുകയാണ്. നാളെ ഞാൻ ദൈവവചനത്തിലെ ശക്തിയെക്കുറിച്ച് ചില നല്ല കാര്യങ്ങൾ പങ്കിടുന്നതാണ്. നിങ്ങൾ ഓരോരുത്തരും വരുമെന്നും വളരെ ശ്രദ്ധയോടെ അത് കേൾക്കുമെന്നും
ഞാൻ കരുതുന്നു. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്നവയെ നാം ബഹുമാനിക്കേണ്ടതായ വിധത്തിൽ ബഹുമാനിക്കാൻ പഠിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. യേശു പറഞ്ഞു, എൻ്റെ വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എന്ന്. മനുഷ്യരെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്ന് സ്വതന്ത്രരാവാം. അവരുടെ തിരസ്കാരത്തിൽ നിന്നും, ന്യായവിസ്താരത്തിൽ നിന്നും, വിമർശനത്തിൽ നിന്നും, അവരുടെ തെറ്റിദ്ധാരണയിൽ നിന്നും സ്വതന്ത്രരാവാം. ഞാനൊന്നു പറയട്ടെ, ഞാൻ ചെയ്യുന്നത് പോലെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് തന്നെ ആയിരിക്കണമെന്നില്ല, അത് മറ്റു പലതുമാവും. എന്നാൽ മറ്റുള്ളവർ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്കത് മനസ്സിലാവുകയില്ല. നിങ്ങൾക്കറിയാമോ, ഞാനൊരു സാധാരണ സ്ത്രീയല്ല. എന്നാൽ അതുകൊണ്ട് ഞാൻ ദേവ് കൈപ്പൊക്കി കാണിക്കുന്ന കണ്ടില്ലേ? അതെ, നിങ്ങളും ഒരു സാധാരണ വ്യക്തിയല്ല. ഇല്ലെങ്കിൽ എൻ്റെ കൂടെ ഇത്രയും കാലം ഉണ്ടാവുമായിരുന്നു. എന്താണ് ഒരു സാധാരണ സ്ത്രീ എന്നറിയാമോ? ആ വർഷങ്ങളിൽ സാത്താൻ എന്നെ വല്ലാതെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. നീ സാധാരണ സ്ത്രീയല്ല, സാധാരണ സ്ത്രീയല്ല. അതിനാൽ ഞാനൊരു സാധാരണ സ്ത്രീയാവാൻ ശ്രമിച്ചു. ഞാൻ ഭർത്താവിൻ്റെ തുണികൾ തയ്ക്കാൻ ശ്രമിച്ചു, തക്കാളിത്തോട്ടം ഉണ്ടാക്കാനായി ശ്രമിച്ചു. എന്നിട്ട് അസന്തുഷ്ടയായി ഞാൻ വല്ലാതെ ദുരിതം അനുഭവിച്ചു. ഞാൻ തയ്യൽ മെഷീൻ വെറുത്തു, തോട്ടത്തെ വെറുത്തു, തക്കാളികളെ വെറുത്തു. അതുകൊണ്ട് വചനം സാധാരണ എന്ന് പറയുന്നതാവാൻ ഞാൻ ശ്രമിച്ചു. അതല്ല നമുക്ക് വിധിച്ചതെങ്കിൽ അത് ഫലിക്കാൻ പോകുന്നില്ല. ജീവിതം സന്തോഷിക്കാൻ നിങ്ങൾ സ്വതന്ത്രരാണ്. ദൈവത്തെ ആസ്വദിക്കാൻ സ്വതന്ത്രരാണ്. നിങ്ങളെ സ്വയം ആസ്വദിക്കാൻ സ്വതന്ത്രരാണ്. ഈ ലോകം മുഴുവനും തങ്ങളെ തന്നെ മനസ്സിലാക്കാൻ കഴിയാത്തവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇന്നൊരു കാര്യം ഉറപ്പിക്കുക, നിങ്ങളുമായി സമാധാനം പുലർത്തുക. നിങ്ങൾക്കൊരിക്കലും നിങ്ങളിൽ നിന്ന് അകലാനാവില്ല. നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങൾ ഉണ്ടാവും. നിങ്ങൾ നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടും എന്ന് തീരുമാനിക്കണം. എന്താ, അത് വാസ്തവമല്ലേ? ഇന്ന് രാത്രി തിരിച്ചു പോകുമ്പോൾ നിങ്ങളും കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ എന്നിൽ നിന്ന് മാറാൻ സാധിക്കും, പക്ഷെ നിങ്ങളിൽ നിന്ന് അകലാൻ കഴിയില്ല. അർദ്ധരാത്രി ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റാൽ നിങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. സ്വയം ഇഷ്ടപ്പെടുന്നത് എത്ര മനോഹരമാണല്ലേ? നിങ്ങളെ പ്രശംസിക്കുന്നതും നിങ്ങളെ ഇഷ്ടപ്പെടുന്നതും സ്വാർത്ഥതയോടെ അല്ല, സ്വകേന്ദ്രീകൃതയോടെയും അല്ല, സമീകൃതമായ രീതിയിൽ. സ്വയം വെറുക്കാനും സ്വയം തിരസ്കരിക്കാനും സ്വയം സംശയിക്കാനും നിങ്ങൾ സ്വതന്ത്രരാണ്. ഒരാൾക്കത് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. കുറേ കാലമായി ഞാനൊന്ന് ചിരിച്ചിട്ട്, അതുകൊണ്ട് ചിരിക്കാൻ തീരുമാനിച്ചു. ഞാനൊന്ന് നന്നായി ചിരിക്കും. അതൊന്ന് ആലോചിച്ച് നോക്കൂ. ദൈവ പൈതലാണെന്ന അവകാശത്തിൻ്റെയും അധികാരത്തിൻ്റെയും കീഴെയാണ് നാം ജീവിക്കുന്നത് എന്നത് ദയനീയമല്ലേ? നിങ്ങളെ വെറുക്കുന്ന എന്തെങ്കിലും ഒന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? അഥവാ നിങ്ങൾക്കെതിരായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ വെറുക്കാനായി, അഥവാ നിങ്ങളുടെ ഏതെങ്കിലും ഭാഗത്തെ വെറുക്കാനായി പറഞ്ഞിട്ടുണ്ടോ? വേദപുസ്തകം പറയുന്നു, ദൈവം സ്വന്തം കരങ്ങളാൽ അമ്മയുടെ ഉദരത്തിൽ നിങ്ങളെ സൃഷ്ടിച്ചു എന്ന്. നിഗൂഢമായിട്ടാണ് ഉരുവാക്കിയത്. എന്നാൽ ദാവീദ് രാജാവിന് ധൈര്യമുണ്ടായിരുന്നു. ദൈവം എന്തിനാണ് അവനെ സൃഷ്ടിച്ചത് എന്നവൻ പറഞ്ഞു. അവൻ പറഞ്ഞു, നിന്റെ വചനങ്ങൾ അത്ഭുതമായവ ദൈവമേ, അതെന്റെ ഹൃദയത്തിന് നന്നായിട്ട് അറിയാം. എല്ലാറ്റിലും ഒടുവിൽ അവൻ പറഞ്ഞു, എന്തായാലും ഞാൻ അത്ഭുതവാനായ മനുഷ്യനാണ്. ആമേൻ. ഞാൻ എന്നെ സ്നേഹിക്കുന്നു എന്ന് അൾത്താരയിൽ പറഞ്ഞതിന് പത്രങ്ങൾ എന്നെ കുരിശിൽ തറച്ചു. മേയറിന് അവരെ ഇഷ്ടമാണ് എന്നാണ് ആ ലേഖനം പറഞ്ഞത്. അതെ, മേയർക്ക് അവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഈ നികൃഷ്ടയായ ഞാൻ എന്നെ വെറുക്കുന്നു എന്നൊരു പക്ഷേ പറഞ്ഞിരുന്നെങ്കിൽ അത് മഹനീയമാണെന്ന് അവർ പറഞ്ഞിരിക്കുമായിരുന്നു.
എന്നിൽ ഞാൻ എന്നെ കണ്ടാൽ അങ്ങനെ പറയാമായിരുന്നു. പക്ഷേ ഞാൻ എന്നിൽ എന്നെ കണ്ടിരുന്നില്ല. കാരണം ഞാൻ ഇനി എന്നിൽ ഞാനല്ല, ഞാൻ ക്രിസ്തുവിലും അവൻ എന്നിലുമാണ്. യേശുവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിക്കുമെന്ന് തിരഞ്ഞെടുത്താൽ അവനെ പിന്തുടരാൻ നാം തീരുമാനിക്കും. അതായത് നമ്മുടെ സ്വാതന്ത്ര്യം അവൻ വില കൊടുത്ത് വാങ്ങി തന്നു. യോഹന്നാൻ 8:36 പറയുന്നു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രനാക്കിയാൽ, പുത്രൻ സ്വതന്ത്രനാക്കുന്നവൻ ആരായാലും അവൻ സ്വതന്ത്രനാക്കപ്പെട്ടവൻ ആയിരിക്കും. നാം പാപത്തിന്റെ ശക്തിയിൽ നിന്ന് സ്വതന്ത്രരാണ്. മനുഷ്യനെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്ന് സ്വതന്ത്രരാണ്. നമ്മുടെ ജീവിതം സന്തോഷിക്കാനും നാം സ്വതന്ത്രരാണ്, നമ്മെയും കൂടാതെ ദൈവത്തെയും. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളോട് ബന്ധപ്പെടുക. joycemeyer.org. നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക. ജോയ്സ് മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്.